Hello friends, welcome back to Capital Classes. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കിലെ ചാപ്റ്റർ നമ്പർ 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വി വിൽ സീ വാട്ട് ആർ ദ വേരിയസ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നോക്കൂ, indifference curve slopes downwards from left to right. It slopes downwards from left to right. The indifference curve is convex to the point of origin. നമ്മൾ കണ്ടതാണ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ we have seen that this is an indifference curve. It slopes from left to right. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നില്ല. Indifference curve slopes from left to right and it is അതിൻ്റെ ഷേപ്പ് എന്താണ്? ദറ്റ് ഈസ് കോൺവെക്സ് അല്ലേ? കോൺവെക്സ് ടു ദി ഒറിജിൻ. കർവ്ഡ് ആണ്. ഓക്കെ, കോൺവെക്സ് മീൻസ് എന്താ? റൗണ്ടഡ് ഔട്ട്വേർഡ് അല്ലേ? സോ ദിസ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിനെ സംബന്ധിച്ചാണ്. ദിസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി പോയിന്റ് ഓഫ് ഒറിജിൻ. ദെൻ ഇൻഡിഫറൻസ് കർവ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. This is because when the amount of one commodity is increased, the amount of the other must be reduced in order to maintain the same level of satisfaction. ഇൻഡിഫറൻസ് കർവിന് നെഗറ്റീവ് സ്ലോപ്പ് ആണുള്ളത് ബിക്കോസ് ഓഫ് ദി ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം എന്താണ്? ഒരു കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ദി എമൗണ്ട് ഓഫ് ദി അതർ മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. മറ്റേ കമ്മോഡിറ്റിയുടെ രണ്ടാമത്തെ കമ്മോഡിറ്റിയുടെ കൺസംഷൻ അല്ലെങ്കിൽ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? റെഡ്യൂസ് ചെയ്യേണ്ടി വരും. നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഫർദർ ഡീറ്റെയിലേക്ക് പോകാത്തത്. ഇപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. If you need any further explanation in any of these points, please see the last video. Indifference curves cannot intersect each other. Intersect ചെയ്യാൻ പറയുമ്പോൾ കൂടിച്ചേരുക അല്ലേ? Like this. If they intersect each other, there is a common point on the two curves. അല്ലേ? Intersect ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താണ്? രണ്ട് കർവിനും കൂടി കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ what does it mean? This further means that the same combinations the same combinations sometimes give more, sometimes less and sometimes equal satisfaction. This is unscientific. So same combinations of goods സംടൈംസ് എന്ത് ചെയ്യുന്നു? കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, അല്ലെങ്കിൽ സംടൈംസ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുന്നു, അതല്ലെങ്കിൽ സംടൈംസ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് അൺസയൻറ്റിഫിക് അല്ലേ? ഇൻഡിഫറൻസ് മാപ്പിൽ കൂടി പാസ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവിന് ദാറ്റ് ഷുഡ് പാസ് ത്രൂ ഓൺലി വൺ പോയിന്റ്. That will never intersect with each other. Important point ആണ്, ഓർമ്മിച്ച് വെക്കണം. Right? What is that? Two indifference curves cannot intersect each other. Then indifference curves will not touch either x-axis or y-axis. So the x-axis ടച്ച് ചെയ്യുമ്പോൾ എന്താണ്? ഒരു കമ്മോഡിറ്റി മാത്രമേ നമുക്കപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? മറ്റേ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സെയിം കേസ് വിത്ത് വൈ ആക്സിസ്. സോ ഇതെന്താണ്? കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സിനെ കാണിക്കുന്ന ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ നെവർ ടച്ച് എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. ദെൻ ദ പോയിന്റ് ഹയർ ഇൻഡിഫറൻസ് കർവ്സ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദെൻ ലോവർ ഇൻഡിഫറൻസ് കർവ്സ്. In other words, consumer will prefer combinations which lie on a higher indifference curve as compared to the combinations lying on a lower indifference curve. So കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഇഫ് ഹി ഹാസ് ടു ഇൻഡിഫറൻസ് കർവ്സ്, സപ്പോസ് നോക്കൂ, in this diagram there are many indifference curves. So consumer indifference curve 1 2 3 4. So ഇതിൽ ഏത് ഇൻഡിഫറൻസ് കർവ് ആണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുക? ഹി വിൽ ഡെഫിനറ്റ്ലി പ്രിഫർ ദിസ് വൺ അല്ലേ? കൺസ്യൂമർ പ്രിഫർ ചെയ്യുക ഇൻഡിഫറൻസ് കർവ് 4 ആണ്, 3യേക്കാളും 2വിനേക്കാളും 1നേക്കാളും. ബിക്കോസ് ദിസ് ഇസ് ആൻ ഹയർ ഇൻഡിഫറൻസ് കർവ് അല്ലേ? ഇൻഡിഫറൻസ് കർവ് 1നേക്കാളും 2വിനേക്കാളും 3യേക്കാളും കൺസ്യൂമർ പ്രിഫർ ചെയ്യുക എന്താണ്? കൺസ്യൂമർ വിൽ പ്രിഫർ ഇൻഡിഫറൻസ് കർവ് 4. ബിക്കോസ് ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ കിടക്കുന്ന
കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിന് എന്തുണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് മോർ ക്വാണ്ടിറ്റി ദാൻ ദാറ്റ് ഓഫ് ദിസ്. സോ ഈ താഴെയുള്ള ഇൻഡിഫറൻസ് കർവ്സിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റി എന്തിനുണ്ട്, ഒരു ഹയർ ലെവലിൽ കിടക്കുന്ന ഇൻഡിഫറൻസ് കർവിലുണ്ട്. സോ ഒബ്വിയസ്ലി കൺസ്യൂമർ വിൽ പ്രിഫർ ആൻ ഇൻഡിഫറൻസ് കർവ് വിച്ച് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി അതേഴ്സ്. Sixth point, indifference curves need not be parallel to each other. It so happens because the rate of substitution in different indifference curves schedules need not necessarily is equal. They are not based on cardinal number system of measurability of utility. Indifference curve എല്ലായ്പ്പോഴും എന്തായിരിക്കണമെന്നില്ല, പാരലലി തന്നെ ആയിരിക്കണമെന്നില്ല. ഇതിനുള്ള മെയിൻ കാരണം എന്താണ്, the rate of substitution. Okay, what is the reason for this? The rate of substitution in different indifference curves need not necessarily be equal. So രണ്ട് ഇൻഡിഫറൻസ് കർവ് ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഓൾവേസ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല, ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് എന്തല്ല, പാരലൽ ആയിക്കൊള്ളണം എന്ന് ഇല്ല. It need not be parallel. Then straight line indifference curves indicate that the two goods are perfect substitutes. So രണ്ട് ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയായിരിക്കും, ദാറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. കാരണം എന്താണ്, ഇറ്റ് വിൽ ബി ഹാവിങ് കോൺസ്റ്റൻറ്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ കേസിൽ എന്താണ്, ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് വൈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ആപ്പിൾ ഓർ ഓറഞ്ച്, ഒന്നിന് പകരം കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിക്ക് പകരം യൂസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സാണ് എന്ത്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സോ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെ ആയിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, ബിക്കോസ് ഓഫ് കോൺസ്റ്റൻറ്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാർജിനൽ റേറ്റ് ഓഫ് സെയിം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. സപ്പോസ് ദ ഗുഡ്സ് ആർ നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്സ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഓക്കെ, ഓർ ഇഫ് ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഗുഡ്സ്, ഇൻഡിഫറൻസ് കർവ് വിൽ ബി റെക്ടാങ്കുലർ ഇൻ ദാറ്റ് കേസ്. കാരണം എന്താ, ഇവിടെ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്മോഡിറ്റിക്ക് യൂസ് ഇല്ല വിത്തൗട്ട് ദി അതർ. സോ ഇൻ ദാറ്റ് കേസ് ദ indifference curve will be rectangular in nature in case of non-substitutable goods or complement goods. Last point, generally a consumer has not one indifference curve but has a set of indifference curves. So consumer ko oru otta indifference curve മാത്രമല്ല ഉണ്ടായിരിക്കുക, he will be having a number of curves. A set of indifference curve is known as an indifference map. സോ കൺസ്യൂമറുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് നമ്മളിതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ, മോർ ദാൻ വൺ ഇൻഡിഫറൻസ് കർവിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് നോൺ ആസ് ആൻ ഇൻഡിഫറൻസ് മാപ്പ്. Applications or importance of indifference curve analysis. Indifference curve analysis is an important tool for decision making. Following are the uses of indifference curve analysis. Just ഒന്ന് നോക്കാം. This is helpful in production function, helpful in exchange, useful in international trade, useful in taxation, helpful to government, useful in investment management, then helpful in measuring consumer surplus. നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. സോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ച് വായിച്ച് നോക്കുക. ഓക്കെ, വാട്ട് ആർ ദ വേരിയസ് യൂസസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ദെൻ criticisms or shortcomings of indifference curve analysis. What are the criticisms or limitations or shortcomings of this analysis? Old wine in a new bottle. എന്താണ് ഇവിടെ പറയുന്നത്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ദർ ഈസ് നത്തിങ് ന്യൂ. നോക്കൂ, ഇറ്റ് യൂസസ് ദ സെയിം ലോജിക് ഓഫ് മാർഷൽ, ബട്ട് ദ ടേംസ് ആർ ഡിഫറെൻറ്റ്. സോ മാർഷലിൻ്റെ അനാലിസിസ് എന്തായിരുന്നു, ദറ്റ് ഇസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ദിസ് കംസ് അണ്ടർ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. പക്ഷേ ഈ ക്രിറ്റിസിസം പറയുന്നത് എന്താണ്, ദിസ് ഈസ് സെയിം എസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. പ്രത്യേകിച്ചൊരു ഡിഫറൻസും ഇല്ല, ടേംസ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹിക്സ് മീൻസ് ദ പ്രൊപ്പണൻറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഹിക്സ് യൂസ്ഡ് പ്രിഫറൻസസ് ഇൻ ദ പ്ലേസ് ഓഫ് യൂട്ടിലിറ്റി. കാർഡിനൽ അനാലിസിസിൽ യൂട്ടിലിറ്റി ആണെങ്കിൽ
ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ എന്ത് പറയുന്നു? അതിന് പ്രിഫറൻസ് എന്ന് പറയുന്നു. കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ ടേംസ് ഡിഫറെൻ്റ് ആണ്. ഓർഡിനൽ ഇൻ പ്ലേസ് ഓഫ് കാർഡിനൽ ആൻഡ് MRS ഇൻ പ്ലേസ് ഓഫ് DMU. സോ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ഉപയോഗിച്ചത് DMU അല്ലേ, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സോ അതിന് പകരം ഇവിടെ എന്ത് പറയുന്നു? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആ ഒരു ടേം യൂസ് ചെയ്യുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് പുതിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ദ സെയിം ലോജിക് ഈസ് ബീങ് യൂസ്ഡ് ഓഫ് ദി കാർഡിനൽ അനാലിസിസ്. അത് തന്നെയാണ് എന്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ ഓൾഡ് വൈൻ ഇൻ ദ ന്യൂ ബോട്ടിൽ. അതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. സെക്കൻഡ് വൺ, ഡീൽസ് വിത്ത് ഓൺലി ടു ഗുഡ്സ്. It deals with only two goods on which consumer spends his entire money or income. But in real life, such cases are not found. A consumer generally spends his income on more than two goods. Okay, so in real life, will your example possible ആണോ? അല്ല. In real life, such cases are not found. കാരണം കൺസ്യൂമർ സ്പെൻഡ്സ് ഹിസ് ഇൻകം ഓൺ മോർ ദാൻ ടു ഗുഡ്സ്. രണ്ടിലധികം ഗുഡ്സിൻ്റെ മുകളിൽ എന്തായാലും കൺസ്യൂമർ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഇൻകം സ്പെൻഡ് ചെയ്യും. സോ റിയൽ ലൈഫിൽ ഇങ്ങനെ രണ്ട് ഗുഡ്സിൽ മാത്രമായിട്ട് ഒരു അനാലിസിസിനെ ഒതുക്കി നിർത്താൻ നമുക്ക് കഴിയില്ല. റൈറ്റ്. ദെൻ റോങ് അസംഷൻ ഓഫ് റാഷണാലിറ്റി. ദർ ആർ മെനി കൺസ്യൂമേഴ്സ് ഹു സ്പെൻഡ് ദെയർ മണി ഇൻ ഇറാഷണൽ ആൻഡ് തോട്ട്ലെസ് വേ. എല്ലാ കൺസ്യൂമേഴ്സും റാഷണൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദെൻ ഇറ്റ് ഇഗ്നോർസ് മാർക്കറ്റ് ബിഹേവിയർ. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ മച്ച് ഓൺ മാർക്കറ്റ് ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് പ്രൈസസ് ഓഫ് ടു ഗുഡ്സ് ഓൺലി. സോ രണ്ട് ഗുഡ്സിലുണ്ടാകുന്ന പ്രൈസസിൻ്റെ അല്ലെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെ പ്രൈസസിനെ മാത്രമേ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. വാട്ട് ആർ ദ വേരിയസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മാർക്കറ്റ്, അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു അനാലിസിസ് സൈലൻ്റ് ആണ്. സോ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സോ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ നമ്പർ 3 പഠിക്കും. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ച് അൺറിയലിസ്റ്റിക് അസംഷൻ, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നിലനിൽക്കുന്നു എന്നുള്ള അസംഷൻ തന്നെ എന്താണ്? ദറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഹോമോജിനിറ്റി ഓഫ് ഗുഡ്സ്. ബട്ട് ഇൻ റിയൽ ലൈഫ് കൺസ്യൂമർ ഇസ് കൺഫ്രണ്ടഡ് വിത്ത് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സോ ഹൊമോജനിറ്റി, ഓക്കെ, ഹൊമോജീനിയസ് അല്ലെങ്കിൽ സെയിം നേച്ചറിലുള്ള ഗുഡ്സ് അതല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അസംഷൻ. സോ ഇതൊക്കെ എന്താണ്? ഇൻ റിയൽ ലൈഫിൽ ദിസ് ഇസ് നോട്ട് പോസിബിൾ. കാരണം കൺസ്യൂമർ ഹോമോജീനിയസ് ഗുഡ്സ് മാത്രമായിട്ടല്ല, ഡിഫറെൻറ്റ് ഗുഡ്സുമായിട്ട് കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൺസ്യൂമർ ഫെമിലർ ആണ് റിയൽ ലൈഫിൽ. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതല്ലെങ്കിൽ മൊണോപ്പൊളി, അങ്ങനെ വേരിയസ് ഫോംസ് ഓഫ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, മൈക്രോ ഇക്കണോമിക് ഇൻ ക്യാരക്ടർ. ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് ചോയ്സ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് എ കൺസ്യൂമർ. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഗ്രൂപ്പ് ഇക്വിലിബ്രിയം ഓർ ഗ്രൂപ്പ് ചോയ്സ്. സോ ഒരു കൺസ്യൂമറിൻ്റെ ചോയ്സ് ആൻഡ് ഇക്വിലിബ്രിയം അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. വാട്ട് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്? സോ അവരുടെ ഇക്വിലിബ്രിയം അതല്ലെങ്കിൽ അവരുടെ ചോയ്സിനെ കുറിച്ചൊന്നും എന്ത് പറയുന്നില്ല? ഈ അനാലിസിസ് പറയുന്നില്ല. ദാറ്റ് റിമൈൻസ് സൈലൻറ്റ്. സോ ദീസ് ആർ ദ വേരിയസ് ക്രിറ്റിസിസംസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. Then difference between utility analysis and indifference analysis. Utility analysis എന്താണ്? Cardinal utility analysis. Indifference analysis is part of ordinal utility analysis. So ഇതിൻ്റെ ഡിഫറൻസ് എന്താ നോക്കൂ. Utility analysis എന്താ പറയുന്നത്? Utility can be measured cardinally. Indifference curve analysis tells it cannot be measured, it can only be ranked or positioned. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. Then it assumes that marginal utility of money is constant. Cardinal utility analysis assumes that marginal utility of money is constant. Indifference curve analysis assumes that marginal utility of money is not constant. Right? It does not distinguish between income effect and substitution effect. Which one? Cardinal one. Indifference curve distinguishes between income effect and substitution effect. ഇത് നമ്മൾ പഠിക്കും അപ്കമിങ് ക്ലാസ്സസിൽ. Does not recognize interdependence of goods. It recognizes complementary and substitute goods. Cardinal analysis is less scientific. Indifference curve analysis is more scientific. Cardinal analysis deals with one commodity.
Indifference curve analysis deals with two commodities. Not explain the welfare effect of society. Which one? Cardinal analysis. Ordinal analysis explains the welfare effect of society. Right. So these are the various differences between cardinal analysis and indifference analysis. Next we have to discuss budget line or price line, which is a very important topic that we will discuss in the next class. See you in the next video. Bye bye.